ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് റംബൂട്ടാനെ പരിചയപ്പെടാം. നിറയെ കായ്കൾ ഉണ്ടാകാൻ ഇതുപോലെ ചെയ്താൽ മതിയേ. വെള്ളം നല്ലപോലെ വേനൽക്ക് കൊടുക്കണം. വളം ആയിട്ട് ഞങ്ങൾ ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ കൂട്ടി ഇളക്കി ചുവട്ടിലിടും. വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഇടുവേ. നട്ടതും അങ്ങനെ തന്നെ. അടിവളമായി ഞങ്ങൾ അങ്ങനെയാണ് കൊടുത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായമൊക്കെ ഇട്ട് സ്ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് നട്ട്. വിത്ത് നട്ടുന്ന തൈകളുണ്ടാക്കാം. ഇതിൻ്റെ നമ്മളിത് തിന്നിട്ടില്ലേ, വിത്ത് അതിലൊക്കെ ഇട്ടാൽ അതിൻ്റെ തൈ മുളച്ച് വരും, വിത്ത് മുളച്ച് വരും. നല്ല വെയിലുണ്ടല്ലില്ല, നിറയെ കായ്ക്കും. ഞങ്ങൾ നട്ടെടുത്ത് നല്ല വെയിലുണ്ട്. മുറ്റത്തെ നട്ടൊക്കെ നന്നാലും നല്ലപോലെ വെയിലടിക്കുവേ. കയറ് കെട്ടി കൊടുക്കണം നമുക്ക്. ഈ ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞിട്ട് കായയുടെ ഭാരം കൊണ്ട് ചിലപ്പം മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കയറ് കെട്ടി വലിച്ചു കെട്ടണം. ഉള്ള ഏരത്തലല്ലേ ഞങ്ങൾ ഒരു വർഷത്തിലൊന്നൊക്കെ കുമ്മായം വിതറി കൊടുക്കും. അതിൻ്റെ ചുറ്റും കുമ്മായം വിതറി കൊടുക്കും. 2-3 പ്രാവശ്യമൊക്കെ വർഷത്തിൽ, ചിലപ്പം 1-2 പ്രാവശ്യമൊക്കെ. വളവും നല്ല 2-3 പ്രാവശ്യം കൊടുക്കും കേട്ടോ. ചാണകം കൊടുക്കും. ചാണകപ്പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ജൈവ സ്ലറി ഞങ്ങൾ കൊടുക്കും. പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കും. 2 ആഴ്ച കൂടുമ്പോൾ അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ഫിഷിയാമിനോ ആസിഡ് സ്പ്രേ ചെയ്യും. ഫിഷിയാമിനോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യും. ഇതിൻ്റെ പൂവൊന്നും അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല. 4.5 വർഷമായി ഇപ്പം നട്ടിട്ട്. ഞങ്ങളിപ്പം നട്ടിട്ട് 4.5 വർഷമായി. 1.5 വർഷമായപ്പോഴേ ഇത് കായ്ക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. ഇതിൻ്റെ പേര് റംബൂട്ടാൻ പല സൈസുണ്ട്. ഇതിൻ്റെ പേര് റംബൂട്ടാൻ N80, N18, N80 എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം 3 വർഷം നല്ലപോലെ കായ്ച്ചു. വർഷം തോറും കായ്ക്കുന്നുണ്ട്. നല്ല റെഡ് കളറാണ് കേട്ടോ. നല്ല മധുരമാണ്. പഴുക്കുമ്പോൾ നല്ല ചുമപ്പ് കളറാണ്. അവ നല്ല പ്ലഷാണ്. കമ്പ് കോതി കൊടുത്തു ഞങ്ങൾ കായ്ഫലമൊക്കെ കഴിഞ്ഞിട്ടേ. കൊണ്ടോ നിറയെ കായ്ച്ചു കൊണ്ടോ. ഈ പ്രാവശ്യം കൂടുതൽ കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേനേക്കാളൊക്കെ കൂടുതൽ. ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ജൈവ സ്ലറി ഒഴിക്കുകയെ. ഞങ്ങളിവിടെ 2-3 ബക്കറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ജൈവ സ്ലറി. ഇതെല്ലാം ധാരാളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ എന്തേരം ഉണ്ടായെന്ന് നോക്കി. ഇത് റെഡ് കളറാണ്. പഴുത്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കും. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഉള്ളപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. പുളിച്ച കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളമൊക്കെ അവിടെ കൊണ്ട് ഒഴിക്കും. പിന്നെ മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ ഒഴിക്കും. അത് മൈക്രോ ന്യൂട്രിയനല്ലേ. മുറ്റത്താണ് നട്ടേക്കുന്നത്. ഇടയ്ക്ക് ഇലയൊക്കെ കരിഞ്ഞു പോകും. അതൊന്നും സാരമില്ല. കൊണ്ടോ എത്ര മാത്രമാണെന്ന് നോക്കിയ മക്കളെ. നല്ല രസമല്ലേ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ. 1.5 വർഷമായപ്പോൾ തുടങ്ങി കായ്ച്ചു. ഇപ്പം 4.5 വർഷമായി. 3 വർഷം തുടരെ കായ്ച്ചു. കണ്ടോ കയറ് വലിച്ചു കെട്ടിയേക്കുന്നത് കണ്ടോ. ഒരേരത്തേലും കയറ് കെട്ടി, ചാഞ്ഞ ഏരത്തെല്ലാം കയറ് കെട്ടി വലിച്ചു കെട്ടിയേക്കുക. അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും മഴയും കാറ്റുമൊക്കെ വരുമ്പോഴേ. ഈ കായയുടെ എല്ലാം ഭാരം കൊണ്ട്, വെയിറ്റ് കൊണ്ടേ. എത്രമാത്രം നോക്ക്. നല്ല കളറല്ലേ. N80. രാവിലെയും വൈകിട്ടും വെള്ളം കൊടുത്താൽ അത്രയും നല്ലതാണ്.
ചാണകപ്പൊടി എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും എല്ലാം കൂട്ടി ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കും അതിൻ്റെ ചുവട്ടിൽ. ഇവിടെ വിത്ത് വീണ് തൈ ഉണ്ടായത് കാണിക്കാവേ. കണ്ടോ, ഈ പ്രാവശ്യം നല്ല വെയിലുണ്ടാകും, നല്ലപോലെ കായ്ച്ചു. അങ്ങനെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം വളം കൊടുക്കും ചാണകപ്പൊടിയൊക്കെ. പിന്നെ കുമ്മായ ഒരു വർഷത്തിലൊന്ന് വിതറും. പഴുത്ത് കഴിയുമ്പോൾ നല്ല തൊണ്ട് പെട്ടെന്ന് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ തിരിക്കുമ്പോഴേ അത് അങ്ങനെ പൊട്ടി വരും. ഇതാണ് തൈ, കണ്ടോ, നല്ല തൈയല്ലേ കൂട്ടുകാരെ. ഇത് വിത്ത് വീണ് ഉണ്ടായതാണേ. ഞങ്ങൾ പഴം തിന്നിട്ട് അവിടെ വിത്തായിലയിലായിട്ട് അത് മുളച്ച് വന്ന്, കണ്ടോ. ഇത് ഇത്ര മണ്ണമുള്ള റംബുട്ടാൻ കേട്ടോ, മുറ്റത്ത് നട്ടേക്കുന്നുണ്ടോ. ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കരിയിലയൊക്കെ ഇട്ട് കൊടുക്കും. കണ്ടോ, അങ്ങനെ ഇത്രയും പൊക്കമുണ്ട്. ഇങ്ങനെ മുറ്റത്തുനിന്ന് ഇങ്ങനെ പൊങ്ങിപ്പോയി ടെറസ് വന്ന് കിടക്കുവാണ്. അപ്പോൾ ടെറസിലൊക്കെ നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ നിറയെ കായ്ച്ചു. കണ്ടോ, കയറ് കെട്ടി കൊടുത്തേക്കുന്നു, ഇഷ്ടംപോലെ നിറച്ച് കായ്ച്ചേക്കുന്ന കണ്ടോ കൂട്ടുകാരെ. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക, കണ്ടോ, നിറയെ കായ്ച്ചു കിടക്കുന്നു, കൊലയായിട്ട് കായ്ച്ചു. കണ്ടോ, ഇതെല്ലാം അവിടെ പഴുത്ത് വരുമ്പോൾ കാണാൻ രസമായിരിക്കും അല്ലേ. പക്ഷെ ഷുഗറൊക്കെ ഉള്ളവർക്ക് അധികം കഴിക്കാൻ പറ്റില്ല, നല്ല മധുരം അതിനെ. അതുകൊണ്ട് കഴിക്കും തോറും പിന്നെയും കഴിക്കാൻ തോന്നും. 3 വർഷമായിട്ട് ഞങ്ങളിത് കഴിക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞാണേ. എന്നേറ്റിക്ക് ഏറ്റവും മധുരം എന്നൊക്കെ പറയുന്നേക്കാം. ഞങ്ങൾ കഴിച്ചതിന് ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതിൽ മഞ്ഞയും ചുവപ്പും ഉണ്ടല്ലോ. മഞ്ഞ ഞങ്ങൾക്ക് ഇവിടെ ഇല്ല കേട്ടോ, യെല്ലോ കളറേ. ഞങ്ങൾക്കിത് മാത്രമേ ഉള്ളൂ, ചുവപ്പ് മാത്രം. മഞ്ഞ ഒരിക്കൽ കൊണ്ടേ നട്ടായിരുന്നു, അത് എന്നിട്ട് വളർച്ചയില്ലാണ്ട് അതങ്ങ് പോയി, വളരാതെ പോയി. ഇതുണ്ടോ, നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ലപോലെ ഉണ്ടായി. 2-3-4 ഏരത്തെ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ടേ, ഒടിഞ്ഞു പോകാതിരിക്കുക. എല്ലാം ഈ കാ വന്നപ്പോൾ എല്ലാം ഇങ്ങനെ ചാഞ്ഞു. അതുകൊണ്ട് ഒടിഞ്ഞു പോകണ്ടെന്ന് ഓർത്തുണ്ട്. ഒടിഞ്ഞു പോയാൽ നമുക്ക് ഇത്രയും കായ പോലെ നഷ്ടമാകില്ലേ. കണ്ട, അങ്ങനെയൊന്നും ഒരു കേടും ഇല്ല ഇരയ്ക്കൊന്നും. ഞങ്ങൾ നേഴ്സറിക്കാരോട് മേടിച്ചാണേ. ഇതിലെല്ലാം വിത്ത് വീണ് മുളച്ച് വരുന്നുണ്ട്, നേരത്തെ തൈ. കുറേയൊക്കെ ഞങ്ങൾ പറിച്ചു കളഞ്ഞു. കണ്ടോ, ടെറസിലോട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. നേരത്തെ കയറ് കെട്ടി കേൾക്കുന്നുണ്ടോ. പിന്നെ ഇത് മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല തണലുമാണ്. മുറ്റത്ത് നട്ടാൽ നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുകൊണ്ടേ നല്ല തണൽ മരമായിട്ടും നിൽക്കും. കുരുകുരാന്ന് തെരുതെരെ കായുണ്ട്, കണ്ടോ. അപ്പോൾ ഇത്രമാത്രം ചെയ്താൽ മതി. ചാണകപ്പൊടിയൊക്കെ ഇടുക, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൂടെ ഇടുക, ജൈവ സ്ലറി ഒഴിക്കുക, വെള്ളം ഒഴിക്കുക രാവിലെ വൈകിട്ടും.
വേനൽക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നട്ട് 1.5 വർഷമായപ്പോഴേ കായ്ക്കാനും തുടങ്ങി. ഇങ്ങനെ കേടൊന്നും ഇല്ല കേട്ടോ ഇതിനൊന്നും. പൂവായപ്പോൾ ഒന്നും കൊഴിഞ്ഞിട്ടില്ലേ. ചിലയിടത്ത് പൂവൊക്കെ കൊഴിഞ്ഞ് എന്ന് കാണാം, പക്ഷേ ഇത് പൂവ് കൊഴിഞ്ഞിട്ടില്ല. വലിയ മരമായി ഉണ്ടോ, വണ്ണം കുറവാണ്, എന്നാൽ പൊക്കമുണ്ട്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടോ, ഇതിൻ്റെ ചുവട് ഭാഗം കണ്ടോ, ഇത്രേ ഉള്ളൂ. മുറ്റത്ത് തണലായത് കൊണ്ടേ കുറച്ച് അവിടെ കായ്ച്ചിട്ടുള്ളൂ. പക്ഷേ ടെറസയിലോട്ട് ഇത് പൊങ്ങിപ്പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ കായ്ച്ചു. ഉണ്ടോ, ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യണേ.